പാകിസ്ഥാന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നൽകുന്നു. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ ഏറ്റവും വലിയ വജ്രായുധം എന്ന നിലയിൽ ഉപയോഗിച്ചത് ഈ ബ്രഹ്മോസ് മിസൈലാണ്. ഇത് പാകിസ്ഥാന് നൽകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും. അതും നൽകുന്നത് തികച്ചും സൗജന്യമായി, ഒരു പൈസ പോലും വാങ്ങാതെ ബ്രഹ്മോസ് മിസൈൽ നൽകും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോൾ എന്ന് സംഭവിച്ചു? ഇതുകൂടെ വ്യക്തമാക്കിയാൽ മാത്രമേ എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് മനസ്സിലാവുകയുള്ളൂ. അതായത് ബ്രഹ്മോസ് മിസൈലിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം ശിവതാണുപിള്ളയാണ്. ശിവതാണുപിള്ള ബഹ്റൈനിൽ നടന്ന ഒരു ആയുധ പ്രദർശന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പട്ടാള മേധാവി നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട് ആകർഷനായി. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഈ ശിവതാണുപിള്ളയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ ബ്രഹ്മോസ് മിസൈൽ, നിങ്ങൾ ഈ തയ്യാറാക്കുന്ന മിസൈൽ ഉണ്ടല്ലോ, ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുമോ? അപ്പോൾ പറഞ്ഞു, സ്വാഭാവികമായിട്ടും വിൽക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പാകിസ്ഥാന് നൽകുമോ? അപ്പോൾ ഡോക്ടർ എം ശിവതാണുപിള്ള എന്ന് പറയുന്ന ബ്രഹ്മോസിൻ്റെ ശില്പി പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ പാകിസ്ഥാന് ഈ ബ്രഹ്മോസ് മിസൈൽ നൽകും. ഒരു പൈസ പോലും വാങ്ങാതെ തികച്ചും സൗജന്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബ്രഹ്മോസ് മിസൈൽ നൽകുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞതെങ്കിലും ഏതാണ്ട് ഈ അടുത്ത കാലത്ത് 15 ബ്രഹ്മോസ് മിസൈലുകൾ സൗജന്യമായിട്ട് നമ്മൾ പാകിസ്ഥാനിൽ നൽകി. പക്ഷേ അതുകൊണ്ടുണ്ടായ ഫലം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ പ്രദേശങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഛിന്ന ഭിന്നമായി പോകുന്ന രീതിയിലായി. അവരുടെ 9 എയർബേസുകൾ തകർന്നു, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർന്നു. അതായത് ശിവതാണുപിള്ള പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മുമ്പ് ഈ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മിസൈൽ മാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ എം ശിവതാണുപിള്ള. അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച കാലത്തെക്കുറിച്ച് ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. I say, if you are going to sell to Middle East, will you sell it to Pakistan? I said, sir, for Pakistan it is a free delivery item. 40 years with അബ്ദുൽ കലാം, അൺടോൾഡ് സ്റ്റോറീസ് എന്ന പേരിൽ ശിവതാണുപിള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടൊപ്പമുള്ള 40 വർഷങ്ങൾ, അന്ന് പറയാത്ത കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഭാവിയിൽ നടന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നപ്പോൾ, അന്ന് ഡോക്ടർ എം ശിവതാണുപിള്ള പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അതായത് 15 മിസൈലുകൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് നൽകി, അങ്ങനെ പാകിസ്ഥാനെ കൊലക്കളമാക്കി. ഒടുവിൽ ഈ ആയുധ വിക്ഷേപണം അല്ലെങ്കിൽ ഈ മിസൈൽ വിക്ഷേപണം ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ കാല് പിടിച്ചു. അങ്ങനെയാണ് ഇത് നിർത്തിയത്. അപ്പോൾ ഇത് പറയുന്നത്, അതായത് മിസൈൽ വികസനം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രതിരോധ പ്രവർത്തനങ്ങൾ, വ്യോമ പ്രതിരോധം, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ ഗൗരവമായി ലോകം ചിന്തിക്കുന്നതിനിടയിൽ തൻ്റെ നർമ്മത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടാകുമെന്ന് കരുതിയില്ല. അപ്പോൾ ഈ ബുക്കിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഡോക്ടർ എം ശിവതാണുപിള്ള ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ലോകത്ത് ആദ്യമായി ഇന്ത്യ നിർമ്മിച്ചത് എന്ന് അറിയപ്പെടാൻ ഒരു ആയുധം വേണം. ഇതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ എം ശിവതാണുപിള്ള ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുമായി അദ്ദേഹം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു മിസൈൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ശിവതാണുപിള്ളയെ ഡോക്ടർ APJ അബ്ദുൽ കലാം അയച്ചു. ഏതാണ്ട് 1991 കാലഘട്ടത്തിൽ, അന്ന് ഈ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയമാണ്. അമേരിക്ക ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച്, അവരുടെ മിസൈലുകളെക്കുറിച്ചൊക്കെ പഠിക്കാനും കണ്ടു മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അന്ന് ഡോക്ടർ എം ശിവതാണുപിള്ളയെ ഹാർവാർഡിലേക്ക് അയച്ചത്. അവിടെ വെച്ച് മനസ്സിലായൊരു കാര്യം, ടോമഹോക്ക് മിസൈൽ എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ, ഇതായിരുന്നു അമേരിക്കയുടെ വജ്രായുധം, അല്ലെ അന്നത്തെ ഹീറോ എന്ന് പറയുന്നത്. ഈ മിസൈൽ ഉപയോഗിച്ചുവെന്നും ഇതിൻ്റെ പ്രഹരശേഷി വളരെ വലുതാണെന്നുമൊക്കെ ഈ ശിവതാണുപിള്ള APJ അബ്ദുൽ കലാമിനെ വിളിച്ചറിയിച്ചു. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ക്രൂയിസ് മിസൈലാണ് വേണ്ടത്. അന്ന് കലാം പറഞ്ഞത്, നിങ്ങൾ ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചല്ലോ, ആ കോഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അത് ഇദ്ദേഹം കേട്ടു. അതിനുശേഷം ഇദ്ദേഹം തിരിച്ചു വരുന്നു. പിന്നീട് റഷ്യയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ടായിരുന്നു. അങ്ങനെ റഷ്യയുടെ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയും റഷ്യൻ ഭരണകൂടവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ശിവതാണുപിള്ളയെ റഷ്യയിലേക്ക് അയക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവരുടെ സാങ്കേതിക വിദ്യയെ നമ്മുടെ ആവശ്യങ്ങളും കൂടെ പരിഗണിച്ച് ഒരു മിസൈൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ക്രൂയിസ് മിസൈലുകൾക്കായി ലോകത്തിലെ തന്നെ ഏക സൂപ്പർ സോണിക് എഞ്ചിൻ റഷ്യ നിർമ്മിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ സോണിക് എഞ്ചിൻ പലതവണയായിട്ട് അവർ പരീക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് ഇന്ത്യയോട് പറഞ്ഞു, അല്ലെ ശിവതാണുപിള്ളയോട് പറയുന്നുണ്ട്, ഈ സൂപ്പർ സോണിക് എഞ്ചിൻ നിങ്ങളുടെ മിസൈൽ ഘടിപ്പിച്ചാൽ ആ മിസൈൽ പിന്നെ ഒരു സൂപ്പർ സോണിക് മിസൈലായി മാറും. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ്. ഇത് കലാമുമായി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓഫർ തന്നെങ്കിലും സ്വാഭാവികമായിട്ടും ഈ എഞ്ചിൻ മാത്രം മതിയാവില്ല നമുക്ക്. കാരണം ഇതിൻ്റെ പിന്നെ ബൂസ്റ്റർ വേണ്ടി വരും, വിക്ഷേപണ കോൺഫിഗറേഷനുകൾ വേണം, മാർഗ്ഗനിർദ്ദേശങ്ങൾ വേണം. ഇതിനായിട്ടൊക്കെ ഒരു ഡിസൈൻ ടീമിനെ നമ്മൾ രൂപീകരിച്ചു.
എന്നിട്ട് കപ്പലിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപണം നടത്താൻ കഴിയുന്ന ഒരു മിസൈൽ എന്ന രീതിയിലേക്ക് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അപ്പോൾ ഇതിന് ബ്രഹ്മോസ് എന്ന പേര് നൽകിയത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ എന്ന് പറയുന്ന നദിയുടെയും പേരുകൾ ചേർത്ത് അങ്ങനെയാണ് ബ്രഹ്മോസ് എന്ന പേര് വന്നത്. ആദ്യം ഇത് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ ആ രീതിയിലാണ് വിഭാവനം ചെയ്തത്. എന്നാൽ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെയും സാങ്കേതിക വിദഗ്ധർ ശാസ്ത്രജ്ഞരെല്ലാവരും കൂടി ആലോചിച്ചു. ഇതിനകത്ത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ വലിയ സാങ്കേതിക സഹായങ്ങൾ പിന്തുണയൊക്കെ നൽകിയെന്ന് ശിവതാണുപിള്ള പറയുന്നു. ഒരു പക്ഷേ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന ആശയം രൂപവൽക്കരിക്കാൻ അല്ലെങ്കിൽ അത് സഫലീകരിക്കാൻ സാധിച്ചത് പുടിൻ്റെ കൃത്യമായ സഹായത്തോടെ ഇടപെടലോടുകൂടിയാണ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര തലത്തിലുള്ള ചില ബന്ധങ്ങൾ, ചില ഒത്തുതീർപ്പുകളൊക്കെ വേണ്ടിവരും. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പുടിൻ മുൻകൈയെടുത്തു. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമും പുടിനും ഒരുപോലെ സഹകരിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു മിസൈൽ സാധ്യമാക്കിയത്. അപ്പം ഇന്ത്യയും റഷ്യയുടെയും പങ്കാളിത്തത്തോടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന ലക്ഷ്യം പൂർത്തീകരിച്ചതോടുകൂടി ഇന്ത്യയുടെ ക്രൂയിസ് മിസൈൽ ശേഷി വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഈ ക്രൂയിസ് മിസൈൽ നിർമ്മിച്ചത്. ഇന്ന് നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നമ്മുടെ ക്രൂയിസ് മിസൈലിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ കഴിയില്ല. റഷ്യയുടെ NBO മഷിനോസ്ട്രോയേനിയ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന DRDO, ഇവർ രണ്ടുപേരുടെ സംയുക്തമായിട്ടാണ് ഈ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. മാക് 2.8 മുതൽ മാക് 3.5 വരെയാണ് ഇതിൻ്റെ വേഗത. എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യം. അതായത് നാവിഗേഷൻ സംവിധാനം, കുറഞ്ഞ റഡാർ, ദൃശ്യപരത, ഇതെല്ലാം കൊണ്ട് ഈ ബ്രഹ്മോസ് മിസൈൽ സമ്പന്നമാണ്. മാത്രമല്ല കരയിൽ നിന്ന്, കടലിൽ നിന്ന്, വായുവിൽ നിന്ന്, എന്തിന് അന്തർവാഹിനിയിൽ നിന്ന് വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലായിട്ട് ഇത് മാറി. അപ്പോൾ പാകിസ്ഥാൻ്റെ ബാബർ അതുപോലെ റാറ്റ് മിസൈലുകളെക്കാളൊക്കെ മികച്ചതാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് തെളിയിക്കാനും നമുക്ക് സാധിച്ചു. അപ്പം റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത സംരംഭമായി ഈ മിസൈൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമും അതുപോലെ വ്ളാഡിമിർ പുടിനുമാണെന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ ആയുധ നിർമ്മാണ വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ ഇന്നും അവകാശപ്പെടുന്നത് ഈ ബ്രഹ്മോസിൻ്റെയാണ്. നിലവിൽ ഏതാണ്ട് 750-800 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെയാണ് നമ്മൾക്ക് തകർക്കാൻ കഴിയുന്നതെങ്കിൽ അത് 1500 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയെ തകർക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളിത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കര പ്രൊപ്പല്ലൻ്റ് ബൂസ്റ്റർ എൻജിൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ എൻജിൻ മിസൈലിനെ സൂപ്പർ സോണിക് വേഗതയിലേക്ക് എത്തിക്കുന്നു. ആ മിസൈലാണ് പാകിസ്ഥാൻ ഞങ്ങൾക്ക് സൗജന്യമായി തരുമോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചത്. അന്ന് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ M ശിവതാണുപിള്ള പറഞ്ഞിരുന്നു, ഒരു പൈസ പോലും വാങ്ങാതെ ഞങ്ങൾ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് നൽകുമെന്ന്. അപ്പോൾ ഒടുവിൽ നമ്മൾ ബ്രഹ്മോസ് സൗജന്യമായിട്ട് പാകിസ്ഥാന് നൽകി. ഒടുവിൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു കൊലക്കളമായി മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ എയർബേസുകളെ, അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളെയൊക്കെ തകർക്കാൻ ഉപയോഗിച്ച ബ്രഹ്മോസ് മിസൈൽ അക്ഷരാർത്ഥത്തിൽ സൗജന്യമായിട്ടാണ് നമ്മൾ പാകിസ്ഥാന് നൽകിയെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.